സർവകലാശാലകളിലെ സ്ഥിരം വിസി നിയമനത്തിൽ നടപടികൾ വേഗത്തിലാക്കി സർക്കാർ. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിൽ നിയമനത്തിനുള്ള വിജ്ഞാപനം പുറത്തിറക്കി. UGC നിഷ്കർഷിച്ച യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജിൻ, നടപടികളിലേക്ക് കടക്കുകയാണല്ലേ ഇപ്പോൾ സർക്കാർ? തീർച്ചയായും ഡിജിറ്റൽ സർവകലാശാലയിലും ഒപ്പം തന്നെ സാങ്കേതിക സർവകലാശാലയിലെയും സ്ഥിരം വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ അസാധാരണമായ നടപടികൾ സ്വീകരിച്ചാണ് സുപ്രീംകോടതി മുൻ ജഡ്ജിയായിരുന്ന സുധാംശു ധൂലിയെ അധ്യക്ഷനായിക്കൊണ്ടൊരു സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വെക്കുകയും അത്തരത്തിൽ ഒരു ഉത്തരവ് നൽകുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 മാസത്തിനകം സ്ഥിരം വൈസ് ചാൻസലർമാരെ ഇരു സർവകലാശാലയിലും നിയോഗിക്കണം എന്നുള്ളതാണ് സുപ്രീംകോടതി തന്നെ വ്യക്തമാക്കിയത്. സർക്കാരും രാജ്ഭവനും തമ്മിൽ ഒരു ചേർന്നുള്ളൊരു ഇടപെടൽ നടത്തണം ഇക്കാര്യത്തിൽ എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് നടക്കാത്തതിനാലാണ് സുപ്രീംകോടതി മുൻ ജഡ്ജിയെ തന്നെ നിയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങൾ ഒക്കെ ആരംഭിക്കുന്നതിനിടയിലാണ് സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിലുള്ള ഒരു വിജ്ഞാപനം പുറത്തിറക്കുന്നത്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലേക്കുള്ള വൈസ് ചാൻസലർമാരുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമാണ് നിലവിൽ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. UGC മാനദണ്ഡങ്ങൾ പ്രകാരം യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തത്. എന്തായാലും ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്ക് ഒടുവിലാണ് കുറെ കാലത്തിന് ശേഷം ഇരു സർവകലാശാലകൾക്കും ഒരു സ്ഥിരം വിസിമാർ ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. പലതരത്തിലുള്ള വിവാദങ്ങൾ ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട്. K. ശിവപ്രസാദിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാതെ സിൻഡിക്കേറ്റ് വലിയ തരത്തിലുള്ള ഇടപെടൽ നടത്തുമ്പോൾ ആണ് വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് സാങ്കേതിക സർവകലാശാല പോയത്. അതുപോലെ തന്നെ ഗവർണിംഗ് കൗൺസിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിമർശനം ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക VC സിസാ തോമസിനെതിരെ നിലവിൽ ഉയർത്തുകയും ചെയ്തു. ഹൈക്കോടതിയിലും വലിയ നിയമ നടപടികളാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. ഇതെല്ലാം വിദ്യാർത്ഥികളുടെ ഭാവി പന്താടുന്ന നിലയിലേക്ക് എത്തുന്നു എന്ന് കാണിച്ചാണ് സുപ്രീംകോടതി ഇങ്ങനെയൊരു അസാധാരണ നീക്കം നേരത്തെ ബംഗാളിൽ നടത്തിയതിന് സമാനമായ ഒരു നീക്കം നടത്തിയത്. എന്തായാലും അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിലാണ് ഇപ്പോൾ സർക്കാർ എത്രയും പെട്ടെന്ന് സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട് അതിനുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ. ശരി വിജയൻ. അമൃത.